കേരള റാങ്ക് ഒരു 20,000-നും 22,000-നും ഇടയിലാണെങ്കിൽ നിങ്ങൾ സേഫ് ആണ്. എന്തായാലും ഒരു 1000 റാങ്കിനുള്ളിൽ തന്നെയാണ് നമ്മൾ ഗവൺമെന്റ് MBBS സീറ്റ് ജനറൽ കാറ്റഗറിക്ക് എക്സ്പെക്ട് ചെയ്യുന്നത്. 2023-ലും 24-ലും 14,000 റേഞ്ചിലാണ് കിട്ടിയത്. ഹായ് എവരിവൺ, ദിസ് ഇസ് ANJ. സോ നിങ്ങളുടെ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് അങ്ങനെ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ ഓൾ ഇന്ത്യ റാങ്ക് മാത്രമല്ല കേരള റാങ്കും നിങ്ങൾക്കറിയാം. ഈ ഒരു കേരള റാങ്ക് വെച്ച് കേരളത്തിലെ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഒരു MBBS സീറ്റ് നിങ്ങൾക്ക് ലഭിക്കുമോ? കാറ്റഗറി വൈസുള്ള റാങ്ക് ആണ് നമ്മൾ നോക്കുന്നത്. 2023-ലെയും 24-ലെയും നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ട്. സോ 25-ൽ ഏകദേശം അതേ റാങ്കിനോട് തന്നെ ക്ലോസ് ആയിട്ടുള്ള ആളുകൾക്ക് വളരെ വലിയ സാധ്യതയാണ്. യെസ്, അപ്പൊ നമുക്ക് നോക്കാം. ഓപ്പൺ കാറ്റഗറിയാണ് ആദ്യം. 23-ൽ 864-നും 24-ൽ 954-നുമാണ് അഡ്മിഷൻ ലഭിച്ചത്. അതായത് എന്തായാലും ഒരു 1000 റാങ്കിനുള്ളിൽ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓപ്പൺ കാറ്റഗറിക്ക് 1000 റാങ്കിനുള്ളിൽ വരുന്നവർക്ക് മാത്രമാണ് ഒരു ഗവൺമെന്റ് MBBS സീറ്റിനുള്ള പോസിബിലിറ്റി. യെസ്, ആൻഡ് അടുത്തത് ഈഴവ കാറ്റഗറിയാണ്. 23-ൽ 1822-ന് ലഭിച്ചു, 24-ൽ 2483-നും ലഭിച്ചു. മുസ്ലിം കാറ്റഗറി 1313-ന് 23-ൽ ലഭിച്ചു, 1729-ന് 24-ൽ ലഭിച്ചു. മക്കളെ എന്തായാലും ഒരു 2000 റാങ്കിനുള്ളിൽ തന്നെയായിരിക്കണം നിങ്ങളുടെ കേരള റാങ്ക്. യെസ്, ആൻഡ് LA കാറ്റഗറി 4698-നാണ് 23-ൽ ലഭിച്ചതെങ്കിൽ 3101-നാണ് 24-ൽ ലഭിച്ചത്. അതിൽ കൂടുതൽ ഒരു റാങ്ക് പോയാൽ നമ്മൾ അധികം എക്സ്പെക്ട് ചെയ്യുന്നില്ല. ധീവര കാറ്റഗറിയാണ്. 6519-ന് 23-ൽ ലഭിച്ചു, എന്നാൽ 8490-ന് 24-ൽ ലഭിച്ചു. ഓക്കെ, യെസ്. ആൻഡ് VK കാറ്റഗറി, വിശ്വകർമ്മ കാറ്റഗറി 2154-നാണ് 23-ൽ, 2197-നാണ് 24-ൽ. അതായത് രണ്ടും 2100 റാങ്കിൽ. വിശ്വകർമ്മ കാറ്റഗറിയിൽ 2100 റാങ്ക് വന്നവർക്കാണ് കഴിഞ്ഞ 2 വർഷങ്ങളിലും ഗവൺമെന്റ് MBBS സീറ്റ് കിട്ടിയത്. അതായത് കേരളത്തിലെ 12 ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ലഭിച്ചത്. ആൻഡ് BH ബാക്ക്വേർഡ് ഹിന്ദു കാറ്റഗറിയാണ്. 2915-ന് 2023-ലും 2253-ന് 24-ലും ലഭിച്ചു. എന്തായാലും 2000 to 3000 റാങ്കിനുള്ളിലാണ് കുട്ടിയുടെ റാങ്ക് വന്നിരിക്കുന്നത്. യെസ്, BX ബാക്ക്വേർഡ് ക്രിസ്ത്യൻ കാറ്റഗറി 3331-ന് 23-ൽ, 4070-ന് 24-ൽ. യെസ്, KN കുശവൻ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് ആണ്. 925 900 റേഞ്ചിൽ തന്നെയാണ്, 900 അല്ല 9000 റേഞ്ചിൽ തന്നെയാണ് 2 വർഷങ്ങളിലും ലഭിച്ചത്. കഴിഞ്ഞ വർഷം 9950-ക്ക് കിട്ടി, ഏകദേശം 10,000-ഓട് ക്ലോസ്. യെസ്, എന്നാൽ അതിന് മുൻപിലത്തെ വർഷം 9025-നാണ് കിട്ടിയത്. അപ്പൊ 9000-നും ഒരു 8000-നും 10,000-നും ഇടയിലാണെങ്കിൽ നിങ്ങൾക്ക് സാധ്യതയുണ്ട്. കുടുംബി ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് 14,530-നാണ് 23-ൽ, 14,436-ന് 24-ൽ. അപ്പൊ 14,000 റേഞ്ചുകാർക്കാണ് ഗവൺമെന്റ് MBBS സീറ്റ് കിട്ടിയത്. ഇത്തവണയും ആ റേഞ്ചിലാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ തീർച്ചയായും പ്രതീക്ഷിക്കാം. കാരണം 2 വർഷവും ഏകദേശം ഒരേ റേഞ്ചാണ് വന്നിരിക്കുന്നത്, അല്ലെ? യെസ്, SC കാറ്റഗറി 13,377-ന് 23-ൽ, 14,549-ന് 24-ൽ. വലിയ വ്യത്യാസമില്ല, അല്ലെ? ഒരു 1000 റാങ്കിന്റെ ഡിഫറൻസ് ഉണ്ട്, അത്രയേ ഉള്ളൂ. ആൻഡ് ST കാറ്റഗറി നോക്കുകയാണെങ്കിൽ 21,657-ന് 23-ലും, 22,304-ന് 24-ലും കിട്ടി. സോ 20,000-നും 22,000-നും ഇടയിലാണ് നിങ്ങളുടെ റാങ്കിങ്ങിൽ ST കാറ്റഗറിയിൽ പെട്ട ഒരു കുട്ടിക്ക് MBBS ഗവൺമെന്റ് സെക്ടറിൽ തന്നെ നമ്മൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് EW ഇക്കണോമിക്കലി വീക്കർ സെഷൻ ആണ്. 2 വർഷവും 3,300 റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. 23-ൽ 3,334, 24-ൽ 3,320. 3,300 റേഞ്ച്, 20, 34, ഒരു 14 റാങ്കിന്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ 2 വർഷങ്ങളിലും ഇതേ റാങ്ക്. അപ്പൊ 3,300 റേഞ്ചുകാർക്ക് മാത്രമാണ് ഇക്കണോമിക്കലി വീക്കർ സെഷനിൽ ഒരു സാധ്യത കിടക്കുന്നത്. ആൻഡ് ഇനി നമ്മൾ കോളേജ് വൈസ് നോക്കുകയാണെങ്കിൽ ഓരോ കോളേജിലും കിട്ടിയത് കാണാം. അതിൽ കാലിക്കറ്റിൽ കിട്ടിയത് 275 റാങ്കുകാരനാണ്. ഓക്കെ, ഓപ്പൺ വിഭാഗത്തിൽ 275 റാങ്കിനാണ് കാലിക്കറ്റിൽ കിട്ടിയത്. എന്നാൽ 950 നമ്മൾ കണ്ടു, 954-ആണ്
2024 ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് 954 ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എറണാകുളത്താണ് 954 ഉള്ള കുട്ടിക്ക് 2024 ഓപ്പൺ വിഭാഗത്തിൽ അവസാനമായിട്ട് കിട്ടുന്നത്. ഓക്കെ, ബാക്കി കോളേജുകൾ ട്രിവാൻഡ്രം നോക്കുകയാണെങ്കിൽ 428 അവിടുത്തെ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത്. ഈഴവ കാറ്റഗറി നോക്കുകയാണെങ്കിൽ 804 കോട്ടയം മെഡിക്കൽ കോളേജിൽ കിട്ടിയത്. കോഴിക്കോട് 495 കിട്ടിയത്. മുസ്ലിം കാറ്റഗറി 320 കോഴിക്കോട് ലഭിച്ചത്. LA കാറ്റഗറി 1294 കോഴിക്കോട് ലഭിച്ചത്. VK കാറ്റഗറി 500 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കിട്ടിയത്. ദെൻ കോട്ടയം നോക്കുകയാണെങ്കിൽ VK കാറ്റഗറി 899 ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ VK കാറ്റഗറി 610 കേരള റാങ്ക് ആണ് പറയുന്നത് കേട്ടോ. കേരള റാങ്ക് 610 ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഓഫ് ട്രിവാൻഡ്രത്ത് ഒരു MBBS സീറ്റ് കഴിഞ്ഞ വർഷം അവസാനമായിട്ട് ലഭിക്കുന്നത്, തേർഡ് അലോട്ട്മെന്റിലൂടെ ലഭിക്കുന്നത്. സോ ഓരോ കാറ്റഗറിയുടെയും ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് കാലിക്കറ്റ് മാത്രം പറയാം. ബാക്ക്വേർഡ് ഹിന്ദു 686 ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 2223, KN 2755, KU 10090, SC 7645, ST 15108, EW 1252 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയത്. യെസ്, ഇതാണ് കേരള റാങ്ക് വെച്ചിട്ടുള്ള നിങ്ങൾക്ക് കേരളത്തിലെ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലുള്ള MBBSന്റെ സാധ്യതകൾ.